അന്ന് ഷിബു അന്ന് വെട്ടി വെച്ചിട്ട് പോയ കരിയാപ്പാണ്. വളമൊക്കെ ചെയ്തിട്ടാണ് അവൻ പോയത്. ഇപ്പം കണ്ട, ഇപ്പം അതാ ഇങ്ങനെ നല്ല ഇതായിട്ട് കിളിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വരുന്ന കരിയാപ്പെല്ലാം നന്നായിട്ടായിരിക്കും വരുന്നത് പൊന്ന്. ഇനിയുണ്ട് ഒരു 2 സ്റ്റെപ്പ് വളം കൂടി ചെയ്യാനുണ്ട് കേട്ടോ. 2 നേരം ഞാൻ വെള്ളം കോരും. അത് കണ്ട പപ്പ മരം അങ്ങോട്ട് നോക്കിയേ. അതിനെ ഞാൻ വെട്ടി വിടണം എന്ന് വിചാരിച്ചിട്ട് ഒരു കാലത്തും നടക്കത്തില്ല. കണ്ടോ, ഞാനാണെങ്കിൽ എപ്പോഴും വന്ന് വിചാരിക്കും ഇത് വെട്ടണം. പെരയ്ക്ക് മേലെ വളർന്നു കഴിഞ്ഞില്ലേ, ഇതിൻ്റെ സീസൺ കഴിഞ്ഞ അവിടെ ഞാൻ എന്തായാലും വെട്ടും. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് വേറൊരു പപ്പായ അണിയറയെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിലല്ല, റെഡ് ലേഡിയല്ല, വേറൊരു മഞ്ഞ നിറയെ കായ്ക്കുന്നത്. അപ്പോൾ അതിനെ പിന്നീട് ഇനി നമുക്ക് ഇത് കഴിഞ്ഞ അവിടെ നിങ്ങൾ അതിനെ പരിചയപ്പെടുത്തുക. അപ്പോൾ എന്തായാലും ഈ സീസൺ കഴിഞ്ഞ അവിടെ ഞാൻ ഇതിനെ എന്തായാലും വെട്ടാൻ പോകും. അപ്പോൾ നമുക്ക് ഈ കായ എന്തായാലും ഇങ്ങ് പറിക്കാം. എൻ്റെ കൈ എത്തത്തില്ല കേട്ടോ, എന്നാലും നമുക്ക് തള്ളിയിടാം. അങ്ങനെ പപ്പയ്ക്കയൊക്കെ പറിച്ചെടുത്ത് ഇത് കണ്ടേ, വിഷം അടിക്കാത്ത പപ്പയ്ക്ക. അപ്പോൾ പഴുത്തത് 3 പറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പഴുപ്പിക്കാം. അപ്പോൾ ഓക്കെ, ബൈ.